കരൂർ ദുരന്തത്തിന് പിന്നാലെ എൻ.ഡി.എ മുന്നണിയിലേക്ക് ചേക്കേറാൻ നടൻ വിജയും ടി.വി.കെയും ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ കുറെ നാളുകളായി പ്രചരിക്കുന്നുണ്ട്. ഇടപ്പാടി പളനിസ്വാമിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകളായിരുന്നു അതിന് ആധാരം. താരത്തിളക്കത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റത്തിനിടയിൽ വിജയുടെ മുൻപിൽ അവ്യക്തമായ കുറെ സ്വപ്നങ്ങൾ മാത്രമാണുള്ളത്. ഇതിലേക്ക് എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത ദുരന്തം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാനാവില്ല. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വിജയുടെ ആത്യന്തിക ലക്ഷ്യം. തമിഴ്നാട്ടിൽ എൻ.ഡി.എ വിപുലമാക്കാനും ടി.വി.കെ ഉൾപ്പെടെയുള്ള പാർട്ടികളെ അതിലേക്ക് ആകർഷിക്കാനും ബി.ജെ.പി ദേശീയ നേതൃത്വം നേരത്തെ തന്നെ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ ബി.ജെ.പിയെ പ്രത്യയശാസ്ത്ര എതിരാളിയായി പ്രഖ്യാപിച്ച വിജയ് സഖ്യശ്രമങ്ങൾ തള്ളി. കരൂർ ദുരന്തത്തോടെ പ്രതിരോധത്തിലായ വിജയ് നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നാണ് ബി.ജെ.പി കരുതുന്നത്. ആ പ്രതീക്ഷയിൽ ഇപ്പോഴും പരിശ്രമം തുടരുക തന്നെയാണ് ബി.ജെ.പി നേതൃത്വം. ടി.വി.കെ നേതാവ് വിജയെ എൻ.ഡി.എ പാളയത്തിലെത്തിക്കാൻ തെലുങ്ക് സൂപ്പർ താരവും ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ പവൻ കല്യാൺ രംഗത്തെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിജയുമായി ഫോണിൽ സംസാരിച്ച പവൻ കല്യാൺ അദ്ദേഹത്തെ എൻ.ഡി.എയിലേക്ക് ക്ഷണിച്ചു. വിജയ് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ലെന്നാണ് സൂചന. പവൻ കല്യാൺ രൂപീകരിച്ച ജനസേന പാർട്ടി ഇപ്പോൾ എൻ.ഡി.എയുടെ ഭാഗമാണ്. ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടിയെ തിരികെ എൻ.ഡി.എയിൽ എത്തിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പവൻ കല്യാണായിരുന്നു. വൻ ഭൂരിപക്ഷത്തോടെ ആന്ധ്രയിൽ എൻ.ഡി.എ ജയിക്കുകയും ചെയ്തു. ഈ അനുഭവം മുന്നിൽ വെച്ചാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശാനുസരണം പവൻ കല്യാൺ രംഗത്തിറങ്ങിയതെന്നാണ് സൂചന. ദീപാവലി ആശംസകൾ നേർന്നുകൊണ്ടായിരുന്നു പവൻ കല്യാൺ വിജയോട് സംസാരിച്ചു തുടങ്ങിയത്. സംഭാഷണത്തിനിടയിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ച് വിജയ് എടുക്കുന്ന തീരുമാനം ഡി.എം.കെ സർക്കാരിനെ പുറത്താക്കുന്നതിന് വേണ്ടി ആയിരിക്കണമെന്ന് പവൻ കല്യാൺ പറഞ്ഞു. അണ്ണാ ഡി.എം.കെയുമായും ബി.ജെ.പിയുമായും ടി.വി.കെ കൈകോർത്താൽ അത് ഈസിയായി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരം കിട്ടുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് മുന്നോട്ട് വച്ചിട്ടുള്ള ഓഫർ. പവൻ കല്യാൺ തന്റെ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി വിജയെ ഉപദേശിച്ചതായാണ് സൂചന. നിങ്ങൾ നേരിടുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത്. നിങ്ങൾ ഇപ്പോഴും ചെറുപ്പമാണ്. പാർട്ടി നടത്തുന്നതിലും ഭരണത്തിൽ അനുഭവം നേടുന്നതിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നായിരുന്നു അത്രേ ഉപദേശം. തന്റെ സഹോദരനും തെലുങ്ക് മെഗാസ്റ്റാറുമായ ചിരഞ്ജീവിയുടെ രാഷ്ട്രീയ പ്രവേശം പാളിയതും പവൻ കല്യാൺ വിജയെ ഓർമ്മിപ്പിച്ചുവെന്നാണ് ജനസേനാ നേതാക്കൾ നൽകുന്ന സൂചന. ചിരഞ്ജീവി 2008 രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. അതേ വർഷം തിരുപ്പതിയിൽ നടന്ന ഒരു പൊതുയോഗത്തിൽ പ്രജാരാജ്യം എന്ന പേരിൽ ഒരു പാർട്ടി ആരംഭിച്ചു. 8 മാസത്തിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചിരഞ്ജീവി ആന്ധ്രയിലെ മുഖ്യമന്ത്രിയാകുമെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പ്രവചിച്ചിരുന്നു. എന്നാൽ 2009 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രജാരാജ്യം പാർട്ടിക്ക് 18 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ബാലകൊല്ലു, തിരുപ്പതി എന്നീ 2 മണ്ഡലങ്ങളിൽ നിന്നും ചിരഞ്ജീവി മത്സരിച്ചു. തിരുപ്പതിയിൽ മാത്രമാണ് അദ്ദേഹം വിജയിച്ചത്. എന്നാൽ തമിഴ്നാട്ടിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇറങ്ങിയ വിജയ് പ്രത്യയശാസ്ത്രങ്ങൾ മാറ്റിവെച്ച് ബി.ജെ.പി മുന്നോട്ട് വെച്ച ഓഫർ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. തങ്ങളുടെ നയം എന്തെന്ന് പലകുറി വ്യക്തമാക്കിയിട്ടുള്ള വിജയ് അതിന് തുനിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്.